അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എന്റെ സ്പിരിച്വൽ മാസ്റ്റർ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എന്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിന് ഞാൻ എന്റെ സാദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദ കമലം ശ്രീ ഗുരൂൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖ അന്യതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപ തരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം.
നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും രാമായണത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. അവിയാൻ ഹരേ കൃഷ്ണ. ഹൃഷികേശ് ഹരേ കൃഷ്ണ. അനാമിക 549 അല്ല 5C4 ഹരേ കൃഷ്ണ. പേര് മാറ്റിയോ? നന്ദകിഷോർ, നവൽ കിഷോർ ഹരേ കൃഷ്ണ. രാഖി രാശി ഹരേ കൃഷ്ണ. രാഹുൽ ഹരേ കൃഷ്ണ. അഭിനവ് ഹരേ കൃഷ്ണ. അനബി ഹരേ കൃഷ്ണ. അനബിയുടെ തലയിലിരിക്കുന്ന ഹരേ കൃഷ്ണ. അനബിയുടെ മുഖം കാണാനില്ല, പൂവേ കാണാനുണ്ട്. ഹരേ കൃഷ്ണ. രിജുമാതാജി ഹരേ കൃഷ്ണ. അപർണേഷ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മളെ ആരാ കൺട്രോൾ ചെയ്യുന്നത് പഠിച്ചുകൊണ്ട് വന്നു അല്ലേ? ആരാ കൺട്രോൾ ചെയ്യുന്നത്? ഡയറക്ട്ലി ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഇവിടെയും ഒരാൾക്കൊരു എന്താ പറയുക, ഒരു കൺവർഷൻ, ഇത് ഒരു പരിവർത്തനം, ഒരു റീഫോർമേഷൻ. കൺവർഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റീഫോർമേഷൻ വന്നു. നമ്മുടെ ജന്മത്തിൽ എല്ലാവർക്കും ഒരു റീഫോർമേഷൻ ആവശ്യമാണ്. അതിനാണ് എഡ്യൂക്കേഷൻ ഉണ്ടാവുന്നത്. എന്തിനാ നമുക്ക് എഡ്യൂക്കേഷൻ തരുന്നത്? എന്തിനാ എഡ്യൂക്കേഷൻ തരുന്നത്? നമ്മൾ എന്തിനാ സ്കൂളിൽ പോകുന്നത്? To be in a great position. ഓക്കെ. ഇനി ഒരു റീഫോർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നു വരുന്നു. അതല്ല, ദാറ്റ് ഈസ് നോട്ട് ദ ലൈഫ്. അപ്പം സോഷ്യലിൽ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി നമ്മുടെ എക്സാമ്പിൾ ആവണം, നല്ലൊരു ലീഡർ ആവണം. അപ്പൊ അതിന് എഡ്യൂക്കേഷൻ വേണം. അതിനാണ് നമ്മൾ. അപ്പൊ ഒരു റീഫോർമേഷൻ. Our duty also to reform the world in better way. എന്താണ്? To reform the world. വേൾഡ് ഉണ്ട് അവിടെ, പക്ഷെ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യണം, റീഫോം ചെയ്യണം. അതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. എഡ്യൂക്കേഷനെ സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ സ്പിരിച്വലി നമ്മൾ എഡ്യൂക്കേറ്റ് ആവണം. അപ്പൊ സ്പിരിച്വലി എഡ്യൂക്കേറ്റ് ആകുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതിന്റെ കൂട്ട് എങ്ങനെയാണ്, ആരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ പഠിക്കാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സാധിക്കത്തില്ല. പഠിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ സ്പിരിച്വലി പോകും. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവത്ഗീത വായിക്കുന്നത്, പഠിക്കുന്നത് ചോദിച്ചാൽ എന്ത് പറയും? സം എക്സാമ്പിൾസ് ആർ ദേർ. അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേൾഡിൽ നല്ല ലീഡർ ആവാൻ പറ്റത്തുള്ളൂ. ഇതുപോലാണ് ഭഗവത്ഗീത 3.21 പറയുന്നു, യത് യത് ആചരതി ശ്രേഷ്ഠ. ആരാണ് നല്ല ലീഡേഴ്സ് കാണിക്കുന്നതാണ് മറ്റുള്ള അതുപോലെ ഫുഡിനെ പറ്റി പറയുന്നുണ്ട്. നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് നല്ല രീതിയിൽ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ, നല്ല ക്യാരക്ടർ കിട്ടത്തുള്ളൂ. അതിന്റെ എക്സാമ്പിൾ പറയാം. എന്താ, നമുക്ക് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ്. ഐ ആം എ കോംപ്ലാൻ ബോയ്, ഇതൊക്കെ പറയുന്നത് പ്രാക്ടിക്കലുള്ള എക്സാമ്പിൾസ് ആണ്. എന്തുകൊണ്ടാണ് ഹോർലിക്സ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രെയിൻസ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അതിന്റെ പാല് കുടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽസ്യം കണ്ടൻസ്, കാൽസ്യം, അതിന്റെ ഗുണം. അപ്പൊ അങ്ങനെ ഫുഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാത്തിലും. ഓർമ്മശക്തിയിൽ, സ്ട്രെങ്തില്, ബ്യൂട്ടിയില് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഫുഡാണ്. അതേപോലെ ചില റീഫോർമേഷൻ ആണ് രാമായണത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, എത്ര പേര് രാമായണം എന്ന് കേട്ടിട്ടുണ്ട്? യെസ്, രാമായണം. വെരി ഗുഡ്. അവിയാൻ കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്. രാമായണം. രാമായണത്തില് ആരെ കുറിച്ചാ പറയുന്നേ?
രാമനെ കുറിച്ച്. എന്തോ ശ്രീരാമൻ. ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രനെ കുറിച്ച് മാത്രമാണോ പറയുന്നത്? അല്ല. 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 ശ്രീരാമചന്ദ്രൻ നമുക്കൊരു റീസൺ ഉള്ളു, പറയുന്നത് വേറെ കുറെ പേരെ പറ്റിയാണ് പറയുന്നത്, ഇല്ലേ? വിഭീഷണനെ പറ്റി പറയുന്നുണ്ട്. വിഭീഷണൻ ആരാ? ശ്രീരാമന്റെ ഒരു ഭക്തനാണ്. ശ്രീരാമചന്ദ്രന്റെ ഭക്തൻ, പക്ഷേ രാവണന്റെ സഹോദരൻ. രാവണന്റെ ബ്രദർ. രാവണന്റെ ബ്രദർ. യെസ്, ദ ബ്രദർ ഓഫ് രാവണ, രാവണന്റെ സഹോദരൻ. കുംഭകർണനെ പറ്റി പറയുന്നുണ്ട്. കുംഭകർണൻ ആരാ? കുംഭകർണനും രാവണന്റെ ബ്രദർ. കുംഭകർണനും രാവണന്റെ ബ്രദർ. ബാലിയെ പറ്റി പറയുന്നുണ്ട്. ബാലി ആരാ? ബാലി അവരുടെ ഫ്രണ്ട്. ബാലി സുഗ്രീവന്റെ ബ്രദർ. ബാലി സുഗ്രീവന്റെ ബ്രദർ. സുഗ്രീവൻ ആരാ? സുഗ്രീവൻ. കിഷ്കിന്ധയിലത്തെ രാജാവ്. കിഷ്കിന്ധയിലത്തെ രാജാവ്. കിഷ്കിന്ധാഖണ്ഡത്തിലെ രാജാവ്. കിഷ്കിന്ധാഖണ്ഡത്തിലെ രാജാവായ സുഗ്രീവന്റെ ബ്രദറാണ് ബാലി. സുഗ്രീവൻ വലിയ ശ്രീരാമഭക്തനായി, ഇല്ലേ? അതെ. ഇതുകൊണ്ട് ഇവരെല്ലാം ശ്രീരാമഭക്തനായതാണ് രാമായണത്തിൽ പറയുന്നത്. ഇതൊക്കെ എഴുതി വെക്കണം. രാമായണത്തിന് ഇൻട്രക്ഷൻ തരാൻ ആരെങ്കിലും പറയുമ്പോൾ ധൈര്യമായിട്ട് ഇതൊക്കെ സംസാരിക്കണം. എന്തുകൊണ്ടാണ് ശ്രീരാമന്റെ ഭക്തരായത് ഇവരെല്ലാം? ഇതാണ് നമ്മൾ രാമായണം വായിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മള് പറ്റി കേട്ടു, ബാലിയെ പറ്റി കേട്ടു, വിഭീഷണനെ പറ്റി കേട്ടു, കുംഭകർണനെ പറ്റി കേട്ടു. അപ്പൊ ഇനി രാവണൻ ആരാ? രാക്ഷസന്മാരുടെ രാജാവ്. രാജാവ്. അതെ, ലങ്ക, ശ്രീലങ്ക എന്ന വലിയൊരു രാജ്യത്തിന്റെ, സുന്ദരമായ ഒരു രാജ്യത്തിന്റെ രാജാവ്. സ്വർണവും വജ്രവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം. നോക്കിനാലും സ്വർണം കൊണ്ടൊക്കെ കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വജ്രങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് വെച്ചിട്ടാണ്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്ന് വിചാരിച്ചു. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ രാജാവ്, എ ബിഗ് സ്കോളർ, വലിയ പണ്ഡിതനായിരുന്നു. 18 പുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും 4 വേദങ്ങളും ഒക്കെ രാവണൻ പഠിച്ചിരുന്നു. അത് കേട്ടിട്ടുണ്ടോ? എ ഗ്രേറ്റ് സ്കോളർ. കേട്ടിട്ടുണ്ട്. എ ഡിവോട്ടി ഓഫ് ലോർഡ് ശിവ. അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മഹാദേവരുടെ വലിയൊരു ഭക്തനായിരുന്നു. പക്ഷേ ലാസ്റ്റിൽ എന്താ സംഭവിച്ചത്? ശ്രീരാമന്റെ കൈകളാൽ രാവണൻ കൊല്ലപ്പെട്ടു. വൈ? മഹാദേവരുടെ ഭക്തനായിരുന്നു, ഏറ്റവും വലിയ രാജാവായിരുന്നു. പക്ഷേ അപ്പം അവിടെ മഹാദേവരുടെ ഭക്തനായിട്ട് കൂടി, ശിവന്റെ ഡിവോട്ടിയായിട്ട് കൂടി, രാവണൻ ഈസ് കിൽഡ്. നോട്ട് ദ പോയിന്റ്. എന്തുകൊണ്ടാണ് പറ്റിയത്? ഇതാണ് രാമായണം ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇത്രയും മനസ്സിലായോ? ഒരു 3 മിനിറ്റ് രാമായണത്തെ പറ്റി പറയണം എന്ന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പറയാൻ പറ്റത്തില്ലേ? പറ്റും. ഇനി രാമായണം എഴുതിയതാരാ? കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. രാമായണത്തിലെ മറ്റു വലിയൊരു കഥാപാത്രം, ശ്രേഷ്ഠമായ 2 കഥാപാത്രങ്ങൾ, അവരാണ് ആക്ച്വലി രാമായണം കൊണ്ടുപോകുന്നത്. രാമായണം ലീഡ് ചെയ്യുന്നത് ഈ 2 പേരാണ്. ആരാ? രാമായണം ലീഡ് ചെയ്യുന്നത് 2 പേരാണ്. ആരാ? രാമനും ലക്ഷ്മണനും ലീഡ് ചെയ്യുന്നത് ആരാ? കൈകേയും മന്ഥരയാണ് പ്രഭു. അതൊരു സ്റ്റാർട്ടിങ്. രാമായണം ലീഡ് ചെയ്യുന്നത് ഹനുമാൻ സ്വാമിയാണോ? ഹനുമാൻ ദേവൻ.
ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ. പിന്നൊരാളാരാണ്? രാവണനാണോ? രാവണനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആരാണ്? പ്രഭു ലക്ഷ്മണനാണോ? ശ്രേഷ്ഠയായ ഭക്ത, പതിവ്രത, സീത വ്രത. ശബരിയാണോ? സീതാദേവിയാണോ? സീതാദേവി. ഈ രണ്ട് പേരാണ് രാമായണം പിന്നെ ലീഡ് ചെയ്യുന്നത്, സീതാദേവിയും ഹനുമാൻ ദേവനും, അല്ലേ? അതെ, ശരിയല്ലേ? ഇല്ലേ? അതെ. ആ, ഇനി അപ്പം ഫസ്റ്റ് ഒരു പാർട്ട് പറഞ്ഞു, അതിന്റെ സെക്കൻഡ് പാർട്ട് രാമായണം ലീഡ് ചെയ്യുന്ന ആരാണെന്ന് പറഞ്ഞു. ഇനി തേർഡ് പാർട്ട്, ആൻഡ് ആക്ച്വലി ദിസ് ഈസ് ദ ഇനിഷ്യൽ പാർട്ട് ഓഫ് ദ രാമായണ, ദ റീസൺ ഓഫ് ദ ഒറിജിൻ ഓഫ് രാമായണ. ആരെ കൊണ്ടാണ് രാമായണം തുടങ്ങിയത്? ആരെ കൊണ്ടാണ് രാമായണം തുടങ്ങിയത്? അഭിയാൻ മനസ്സിലാവുന്നുണ്ടോ? യെസ്. ആരെ കൊണ്ടാണ് രാമായണം? ദശരഥ മഹാരാജാവാണോ? യെസ്, ദശരഥ മഹാരാജ. ദ റൂട്ട് കാസ് ഈസ് ദശരഥ മഹാരാജ. രാമായണം സ്റ്റാർട്ട് ചെയ്യുന്നത് ദശരഥ മഹാരാജാവാണ്. എന്തുകൊണ്ട് ദശരഥ മഹാരാജാവാണ് രാമായണം സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രഭു ദശരഥ മഹാരാജാവിന് കുട്ടികളില്ലായിരുന്നു. അപ്പൊ ഒരു കുട്ടികളിന് വീട്ടില് ഈ രാജ്യത്തിന്റെ ഉടമസ്ഥനാവാൻ വീട്ടില് കുട്ടികളാരും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ദശരഥ മഹാരാജാവിനെ അങ്ങനെ തുടങ്ങിയതാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാമോ മറ്റെന്തെങ്കിലും റീസൺ? വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി. അനാമിക, ആദ്യ വരൂ വീഡിയോയിൽ, വെറുതെ പറഞ്ഞാൽ മതി. ഒരു പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും മറ്റൊരിടത്തും കാണാൻ പറ്റില്ലായിരിക്കും. മുമ്പ് രാമായണത്തിലൂടെ പോകുമ്പോൾ നമുക്കത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. വാൽമീകി രാമായണത്തിലൂടെ പോകും. ദശരഥൻ ഇന്ദ്രനെ ദേവാസുര യുദ്ധത്തിൽ ഓക്കെ. ദശരഥ മഹാരാജാവിന് ഒരു ശാപം കിട്ടിയ. ഞാൻ പറയട്ടെ. ദശരഥ മഹാരാജാവ് ഇന്ദ്രനെ സഹായിക്കാൻ പോയിട്ട് ഇന്ദ്രലോകത്ത് പോയിട്ട് യുദ്ധത്തിൽ സഹായിച്ച് തിരിച്ചു വന്ന് പിന്നെ ഒരിക്കൽ കാട്ടില് വേട്ടയ്ക്ക് വേണ്ടി പോയപ്പോ ഒരു മുനി അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോ ഒരു ശബ്ദം കേട്ടു ഇടയിന്ന്. അപ്പൊ വിചാരിച്ചു ഒരു ആനയാണെന്ന് വിചാരിച്ച് ആ സ്ഥലത്തേക്ക് ഒരു അമ്പ് വിട്ടു. പക്ഷെ അത് ഏറ്റത് ഒരു മുനികുമാരനായിരുന്നു. അപ്പൊ ആ മുനികുമാരൻ അപ്പൊ ദശരഥ മഹാരാജാവ് ആ മുനികുമാരന്റെ അച്ഛന്റെ അമ്മേന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ അവരൊരു ശാപം കൊടുത്തു. എന്താണ് ശാപം? പുത്ര ദുഃഖത്താൽ നിങ്ങൾ മരിക്കുന്നു. വെരി ഗുഡ്. അപ്പം എവരി ആക്ഷൻസ്, എന്താണ് നിങ്ങളുടെ സൂത്രവാക്യം? Every action has an equal opposite reaction. Every actions is having opposite equal reaction. That is the Ramayanam. That is the Ramayanam. Understand? That is the ദശരഥന്റെ കർമ്മഫലമാണ് രാമായണം തുടങ്ങുന്നത്. കാർമിക് റിസൾട്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നേരെ ഈക്വൽ റിസൾട്ട് നമുക്ക് കിട്ടും. ദശരഥ മഹാരാജാവ് ബ്ലൈൻഡ്ലി അറിയാതെ ചെയ്തു. ആ അമ്പ് പോയി കൊള്ളുന്നത്
ഒരു യങ് മുനികുമാർ അല്ലെ, ഒരു മുനിയുടെ അടുത്ത് കൊണ്ട് മരിക്കാറായി കിടക്കുന്ന കരയുന്ന സമയത്താണ് അശു ഒരു മനുഷ്യന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നത് എന്ന് തോന്നിട്ട് ദശരഥൻ ഓടിപ്പോയി നോക്കുമ്പോൾ ഒരു കുടത്തിൽ വെള്ളവുമായിട്ട് ദശരഥൻ അയച്ച അമ്പ് കൊണ്ടിട്ട് ചോരയും ഒലിച്ചങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ദശരഥൻ അബദ്ധം മനസ്സിലായത് അല്ലേ. അന്ന് ദശരഥൻ രാജാവല്ല. അപ്പൊ അങ്ങനെ ദശരഥൻ പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. അവിടെ നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. അറിയാതെ പോലും ഒരു തെറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ 2 വട്ടം ചിന്തിക്കണം. ഒരമ്പെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ സപ്പോസ് ടു ബി തിങ്ക്, തീർച്ചയായിട്ടും ചിന്തിക്കണമായിരുന്നു അവിടെ മറ്റെന്തെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടാകുമോ, അതോ അത് ആന തന്നെയാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. ഡോണ്ട് ബി ഇൻ എയർ. വായുവിൽ നിന്നുകൊണ്ട് നമ്മളൊന്നും ചിന്തിക്കാൻ പാടില്ല. കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കണം, അത് കൺഫേം ചെയ്യണം. അറിയാതെ ചെയ്തു പോയി, അറിഞ്ഞുകൊണ്ടല്ല. പക്ഷേ മർഡർ ഈസ് മർഡർ, കറക്റ്റ്. അറിയാതെ ചെയ്തു പോയി, അറിയാതെ ചെയ്തു. അപ്പം ഈ മുനികുമാരൻ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് പ്രായം ചെന്നതാണ്, കണ്ണ് കാണാൻ പാടില്ല, ചെവി കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അമ്മയും എന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവർക്ക് കുടിക്കാനായിട്ട് രാവിലെ വെള്ളം എടുക്കാൻ വന്നതാണ്. ഇനി അവരെ സഹായിക്കാൻ ആരുമില്ല. എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ മുനി കുമാരൻ ദശരഥനോട് പറഞ്ഞു, എന്തായാലും ഞാൻ മരിക്കാൻ പോവുകയാണ്, അതിനു മുമ്പിട്ട് എനിക്കൊരു ഉപകാരം, എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരണം. ഈ വെള്ളം എൻ്റെ പ്രായമായ വെരി വെരി ഓൾഡ്, ദേ ആർ വെരി വെരി ഓൾഡ്, എൻ്റെ അച്ഛനും അമ്മയും അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പറയണം, ഇത് ലാസ്റ്റ് വെള്ളമാണ്, ഇനി മുതൽ നിങ്ങൾക്ക് വെള്ളം തരാൻ ആരും കാണത്തില്ല, നിങ്ങളുടെ മകൻ മരിച്ചിരിക്കുന്നു എന്ന് ചെന്ന് പറയണമെന്ന് പറഞ്ഞു. അതാണ് ട്രൂത്ത്. നെക്സ്റ്റ് ഫസ്റ്റ് ട്രൂത്ത്. ദശരഥൻ ഓടിപ്പോയില്ല, എസ്കേപ്പ് ആയില്ല, ഒന്നും ചെയ്തില്ല. അവിടെയാണ് നമ്മുടെ സബ്മിസീവ് മൈൻഡ്, നമ്മുടെ തെറ്റിനെ നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വാളിറ്റി നമ്മുടെ തെറ്റിനെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് വി ഡിഡ് റോങ്, ഫസ്റ്റ് വി ഷുഡ് റിയലൈസ്. നമ്മൾ അതിനെ റിയലൈസ് ചെയ്യണം. റിയലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെ അഡ്മിറ്റ് ചെയ്യണം. ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തു. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വാളിറ്റി. കറക്റ്റ്. ദശരഥനെ വേണമെങ്കിൽ കളഞ്ഞിട്ട് പോകാം, പൊയ്ക്കൂടെ? ആ ആരും കണ്ടില്ല, ചെയ്യാമല്ലോ, ചെയ്യാം. പക്ഷെ ദശരഥൻ ചെയ്തോ? ഇല്ല. ദശരഥൻ പോയത് കൊണ്ടല്ലേ ബാക്കി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, ആണല്ലോ. അതെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഇല്ല. ഈ അച്ഛന്റെ അമ്മയുടെ കഴ്സ് കിട്ടുമായിരുന്നു? ഒന്നും കിട്ടത്തില്ല, ഇല്ലേ? He did the truth. അതാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ സത്യം പറയണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ അഡ്മിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ നമ്പർ 1 ക്വാളിറ്റി ഓഫ് എ ഗുഡ് ബോയ് ഓർ എ ഗുഡ് മാൻ. ഓക്കെ, എഗ്രീഡ്? യെസ്. അങ്ങനെ ദശരഥൻ ഈ പ്രായം ചെന്ന അച്ഛൻ്റെയും അടുത്ത് ചെന്ന്, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, പിന്നെ പറയാം, അച്ഛൻ്റെ അമ്മയുടെയും അടുത്ത് ചെന്നിട്ട്, അപ്പം അവര് വിചാരിച്ചു അവര് മകനാണ് വന്നത് എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട്, ഓ മൈ ഡിയർ സൺ, മകനെ എന്താ ഇത്രയും ലേറ്റായത്, ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്, നീ പോയപ്പം സാധാരണയിലും ലേറ്റായല്ലോ, വല്ല സിംഹങ്ങളോ കടുവയോ ഒക്കെ കാടല്ലേ ആക്രമിച്ചിട്ടുണ്ടാവും എന്ന്
ചിന്തിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം ദശരഥൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, ഇത് അങ്ങയുടെ മകനല്ല, എന്റെ പേര് ദശരഥൻ എന്നാണ്. ഞാന് കാട്ടിലൂടെ വന്നപ്പം ഒരു ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് അമ്പ ചെയ്തു. അമ്പ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് മനസ്സിലായത്, ഞാൻ ആനയ്ക്കല്ലല്ലോ അമ്പ ചെയ്തത്, ഞാനൊരു മനുഷ്യനാണ് അമ്പ ചെയ്തതെന്നും മനസ്സിലാക്കിയത്. കുടം കൊണ്ട് വെള്ളത്തില് എടുക്കാൻ കുടം മുക്കിയപ്പോൾ ഉള്ള ശബ്ദം ആന അലറുന്നതായിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അത് നിങ്ങളുടെ മകനായിരുന്നു. ഇത് കേട്ടതും ആ അച്ഛനും അമ്മയും പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ഡയറക്റ്റായിട്ട് പറഞ്ഞില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? പക്ഷേ അച്ഛനും അമ്മയും മനസ്സിലാക്കി, എന്റെ മകൻ, ഞങ്ങളുടെ മകൻ മരിച്ചിരിക്കുന്നു എന്ന്. ഒരുപാട് വിഷമിച്ച് ഒരുപാട് കരഞ്ഞു. ഒരു പറഞ്ഞു, ദശരഥ, നീ വന്ന് സത്യം പറഞ്ഞതുകൊണ്ട്, സത്യം കണ്ടോ അല്ലേ, നീ വന്ന് സത്യം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്കൊരു ഉപകാരം, ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. ഞങ്ങളെ ആ മകനെ അവസാനമായിട്ടൊന്ന് തലോടണം, ഒന്ന് കാണണം, ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ദശരഥൻ ഈ പ്രായമായ അച്ഛനും അമ്മയും എടുത്തുകൊണ്ട് ഈ മുനികുമാരന്റെ അടുത്ത് കൊണ്ട് ചെന്ന് നിർത്തി. അപ്പോഴേക്കും മുനികുമാരൻ മരിച്ചുപോയി. അവർ വളരെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞു. സങ്കടം സഹിക്കവയ്യാതെ ദശരഥനോട് പറഞ്ഞു, ദശരഥ, ഞങ്ങളുടെ വിഷമം നിനക്കറിയത്തില്ല. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിനക്കും ഇതുപോലെ ഒരു ദുഃഖം വരണം. സിമിലർ റിയാക്ഷൻ ഉണ്ടാകണം. ഇതുപോലെ ഒരു ദുഃഖം, അതായത് നീയും കല്യാണം കഴിക്കും, നിനക്കും കുട്ടികളൊക്കെ ഉണ്ടാകും, ഇതുപോലെ നിനക്കും കുട്ടികൾ നഷ്ടപ്പെടും. അപ്പോൾ മാത്രമേ നിനക്ക് ഈ വിഷമത്തെ പറ്റി മനസ്സിലാവുകയുള്ളൂ എന്ന് ദശരഥനോട് ഈ പ്രായമായ അച്ഛനും അമ്മയും പറഞ്ഞു. സോ ഇവിടെ രാമായണം ആരംഭിക്കുന്നു. സത്യമല്ലേ? കാർമിക് റിയാക്ഷൻ, കാർമിക് റിസൾട്ട് വളരെ ഭയങ്കരമാണ്. രാമായണത്തിന് വീണ്ടും ഒരു 15 മിനിറ്റ് പറയാൻ പറഞ്ഞാൽ ഇത്രയും പറയത്തില്ലേ? ഫസ്റ്റ് 3 മിനിറ്റ് സമ്മറി, ഓക്കെ, അല്ല 15 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരുന്നു എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ പറയത്തില്ലേ? സോ ദിസ് ഈസ് ദ രാമായണം. ഇനി വരുന്നത് രാമായണം എഴുതിയതാരാ? വാൽമീകി മഹർഷി. വാൽമീകി മഹർഷി. പ്രഭു വാൽമീകി മഹർഷിയും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ അല്ല, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്താ, വീട്ടിന്റെ ഇടയ്ക്ക് കൂടെ പോകുന്ന ആൾക്കാരെ എല്ലാവരും എടുത്ത് വന്നിട്ട് അവരുടെ കയ്യിലുള്ള പൈസയും സ്വർണ്ണം ഫുഡൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പൊ അവരുടെ ഭാര്യ പറഞ്ഞ് എന്താ, താൻ ചെയ്യുന്ന കർമ്മം താൻ അനുഭവിക്കാൻ. അങ്ങനെയല്ലേ? അതെ, വെരി ഗുഡ്. അപ്പം വാൽമീകി മഹർഷിയുടെ ആ പേരെന്തായി? രത്നാകരൻ. പിന്നെ വാൽമീകി എന്ന് വന്നത് എന്തുകൊണ്ടാ? അതൊരു കഥ, രാമനും പ്രവർത്തിച്ചുകൊണ്ട്. വാൽമീകി എന്താണ്? ചിതൽപുറ്റ്. ചിതൽപുറ്റിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് പറയാം, അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞാണ്. അപ്പം വാൽമീകി ചിതൽപുറ്റ്
നിന്ന് പുറത്തു വന്നതുകൊണ്ട് വാൽമീകി എന്ന് പേര്. കൃഷ്ണൻ സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം വാൽമീകിക്കൊപ്പം എത്ര ജന്മമുണ്ടായി? പ്രഭു ജന്മം. കറന്റ് ലൈഫ് അല്ലേ? കറന്റ് ലൈഫില് 2 ജന്മം വേണം. നമുക്ക് എല്ലാവർക്കും അതുപോലെ 2 ജന്മം ഉണ്ടാവണം. ഒന്ന് ബൈ ബർത്ത് വരുന്നു, പിന്നെ സെക്കൻഡ് ബർത്ത് എന്ന് പറഞ്ഞാൽ റീഫോർമേഷൻ. അപ്പൊ വാൽമീകി എന്താ ചെയ്തത്? റീഫോർമേഷൻ. ഫസ്റ്റ് വേർഡ് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം അല്ലേ? റീഫോർമേഷൻ. ആ ഒരു റീഫോർമേഷൻ ആണ് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത്. ശരിയല്ലേ? ആ ഒരു റീഫോർമേഷൻ ആണ് രത്നാകരനിൽ നിന്ന് വാൽമീകിയിലേക്ക് വന്ന ആ ഒരു സ്റ്റേജിനെയാണ് റീഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ അത് റീഫോർം ആയത്? ഫസ്റ്റ് എന്തായിരുന്നു രത്നാകരന്റെ ക്യാരക്ടർ? കാട്ടാളന്റെ ക്യാരക്ടർ. അവരെ പിടിച്ചു പറിക്കുക അല്ലേ, അവരെ കൊല്ലുക, അവരുടെ ബിലോങ്ങിങ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക അല്ലേ. പിന്നെ അതിന് ഒരു നേരെ റീഫോർമായിട്ട് വന്നപ്പോ എന്തായി? ഒരു മഹർഷിയായി മാറി. അതെങ്ങനെ? അപ്പൊ ആ റീഫോർമേഷൻ സ്റ്റേജ് എന്തായിരുന്നു? എങ്ങനെയാണ് റീഫോം ആയത്? നാമം ജപിച്ചു. അഭിനവ് മ്യൂട്ടാണ്. നാമം ജപിച്ചു. സോ കൈൻഡ് ലെസ് ആയ രത്നാകരൻ കൈൻഡ് വാൽമീകിയിലേക്ക് റീഫോം ചെയ്തു. ശരിയല്ലേ? അതെ, ശരിയല്ലേ? കൈൻഡ് ലെസ്സായ രത്നാകരൻ ഫീലിംഗ്സ് ഈസ് ചേഞ്ച്ഡ്. കറക്റ്റ്? അതെ, ചേഞ്ച് ചെയ്തു. കറക്റ്റ്? ദ ബോഡി ഈസ് ദ സെയിം. കറക്റ്റ് അല്ലേ? അതെ. കൈൻഡ് ലെസ്സായ രത്നാകരൻ നേരെ കൈൻഡ്നെസ്സായ വാൽമീകിയിലേക്ക് റീഫോം ചെയ്തു. എങ്ങനെ റീഫോം ചെയ്തു? നാമജപം വഴി. എന്ത് നാമം ജപിച്ചു? രാമ 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 രാമ. അപ്പം നമ്മൾ പിന്നെ എന്ത് വായിച്ചു? രാമ 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 ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. കൃഷ്ണ, ഹേ കൃഷ്ണ. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. അല്ലേ? അപ്പം അറിഞ്ഞുകൊണ്ടാണോ വാൽമീകി മഹർഷി രത്നാകരൻ രാമ എന്ന് വിളിച്ചത്? അല്ല. പിന്നെ അറിയാതെ വിളിച്ചു അല്ലേ? എന്താ ചൊല്ലിയത്? പേരെന്താണ്? മരയുടെ അർത്ഥം എന്താ? മൃത്യു, കൊല്ലുക. മര. എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ. ആൾക്കാരെ വരുന്നു, ഞാൻ കൊല്ലുന്നു. എന്താണ് ഞാൻ ചെയ്യുന്നത്? മര. ശരി, നീ മര എന്ന് ജപിക്കാം, പറയാമോ? മര രാമ 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 രാമ. അപ്പം അറിയാതെ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാലും നമുക്ക്
ട്രാൻസ്ഫോർമേഷൻ വരും എന്ന് ഡിസ്പ്രൂവ്ഡ്. കറക്റ്റ്? അതെ. ആ അപ്പം അങ്ങനെ റീഫോം ചെയ്തപ്പം എന്തോ ഉണ്ടായി? കൈൻഡ്നസ് ദയ ഉണ്ടായി. ദയ ഉണ്ടായപ്പോ എന്തുണ്ടായി? വലിയ ഒരു രാമായണം ഉണ്ടായി, ഇല്ലേ? അതെ. അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എന്താ? ഓക്കെ, ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ് അല്ല, വെരി ഗുഡ് അല്ലേ? ആരാ എനിക്ക് പറഞ്ഞു തന്നെ? ഋഷികേശ്. ഋഷികേശ പറഞ്ഞു വെരി ഗുഡ് അല്ല, വെരി ഗുഡ് ആണ്, അല്ലേ? ഹരേ കൃഷ്ണ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? അപ്പം 3 മിനിറ്റ്, ഇപ്പം 3 പാർട്ടായിട്ടാണ്. 3 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എത്ര പറയണമെന്ന് പറഞ്ഞു. 15 മിനിറ്റ് സംസാരിക്കണം പറഞ്ഞപ്പോൾ എത്ര വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു 20-25 മിനിറ്റ് പറയുമ്പോൾ ഇപ്പൊ 3 പാർട്ടായിട്ട് നമ്മൾ തിരിക്കണം. ഓ ഋഷികേശിലാരാ? ഓ പേടിയാവുന്നു. ഋഷികേശിന്റെ ഇപ്പൊ ഓക്കെ, കുഴപ്പമില്ല. അപ്പം ആദ്യ മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, മനസ്സിലായി. പിടികിട്ടി. അപ്പം എല്ലാവർക്കും ഇനി രാമായണത്തെ പറ്റി 30 ദിവസം എവിടെങ്കിലും ഒക്കെ സംസാരിക്കാൻ പറ്റത്തില്ലേ? ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ യെസ്. ഇനി അതിനൊരു എക്സാമ്പിള് എന്തുകൊണ്ടാണ് വീണ്ടും ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം കൂടെ നമുക്ക് കോട്ട് ചെയ്യണം. ഫുഡിന്റെ കാര്യം മാത്രമല്ല, ആചരതി ശ്രേഷ്ഠ നമ്മൾ നേരത്തെ പഠിച്ചു 3.21. ആചരതി ശ്രേഷ്ഠ 3.21 ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം കോട്ട് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആചരതി ശ്രേഷ്ഠസ്തത് ഏവ തരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകാസ്തത് അനുവർത്തത്തെ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ആൾക്കാർ അതിനെ ഉദാഹരണമായിട്ട് എടുത്തിട്ട് ഫോളോ ചെയ്യും. അപ്പം നമ്മൾ നല്ലത് മാത്രം പഠിക്കണം. ആ നല്ലത് ഏതാണെന്ന് തിരിച്ചറിയാനാണ് നമ്മൾ രാമായണവും ഭഗവത്ഗീതയും പഠിക്കുന്നത്. 3.21 മനസ്സിലായില്ലേ? ശരിയാട്ടെ, ഞാൻ 3.21 ശ്ലോകം 3.21 ഓക്കെ. Sir, host disabled ആയി. Host disabled ആയി. Screen sharing. Okay. Screening disabled ആയി. അവ രാമായണവും ഭഗവത്ഗീതയും ഒക്കെ പഠിക്കുന്നതിനാ നല്ലത് ഏതാണെന്ന് തിരിച്ചറിയാൻ, ടു ഐഡന്റിഫൈ ദ ബെസ്റ്റ് തിങ്സ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ്സ്? ഓക്കെ. BG സ്പേസ് 3.21 തന്നെ പെട്ടെന്ന് കിട്ടും. മനസ്സിലായോ? BG യെസ്. അല്ല, അങ്ങനല്ല, ഡേറ്റാബേസ് ഒന്നും വേണ്ട. BG 3.21 അത്രേ ഉള്ളൂ. യെസ്, അതെ, BG ഇല്ലേ? BG ഭഗവത്ഗീത BG സ്പേസ് 3.21. ഞാൻ സമയം മാറ്റി വെച്ചിട്ടെ. യെസ്, മനസ്സിലായില്ലേ? ആചരതി ശ്രേഷ്ഠ തത് ഏവ തരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകാസ്തത് അനുവർത്തതി. ഓക്കെ, അപ്പം ഇത് ഓർമ്മിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് രാമായണം? അപ്പം വീണ്ടും ലാസ്റ്റ് രാമായണ സ്പീച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം എന്തിനാണ് നമ്മൾ രാമായണം പഠിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്? അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ആൻസർ ആണിത്. അപ്പം ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണെന്ന് എക്സാമ്പിൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഏതിനകത്ത് വെച്ചിരിക്കുന്നു? രാമായണത്തിൽ വെച്ചിരിക്കുന്നു, ഭഗവത്ഗീതയിൽ വെച്ചിരിക്കുന്നു, ഇല്ലേ? ശരിയല്ലേ?
Is it correct? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ, കേൾക്കാൻ പറ്റുന്നോ? കേൾക്കാൻ പറ്റുന്നു. ആ യെസ്, ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ രാമായണത്തിന്റെ സെക്ഷൻ കഴിഞ്ഞു. സ്ക്രീൻ ഷെയർ മാറ്റാം. ഓക്കെ ഓക്കെ, സ്ക്രീൻ ഷെയർ മാറ്റിക്കോ. ഓക്കെ, ഓടിപ്പോയോ? ശികേഷ് ഓടിപ്പോയോ? ഓക്കെ, Screen sharing off ചെയ്യാൻ more Shikesh. ഞാനിവിടുന്ന് ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം, ഹാപ്പി. ഇപ്പോൾ രാമായണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ആദ്യമായിട്ട് ചേച്ചിയും വന്നിട്ടുണ്ടല്ലോ, ഇന്ന് പാട്ട് പാടാൻ വന്നതായിരിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ ഓരോരുത്തരും അഭിയാൻ മനസ്സിലായോ എത്രയും പറഞ്ഞത്? ബോറടിച്ചോ? ഇത്രയില്ലയോ? ഓക്കെ, ബോറടിച്ചോ? ഇത്രയും ബോറടിച്ചു. ഉറക്കം വരുന്നോ? ഇല്ല, ഉറക്കം വരുന്നില്ല. എവിടെ വായിച്ചപ്പോഴാണ് ബോറടിച്ചത്? ഇത് ഷെയർ സ്ക്രീൻ. ഷെയർ സ്ക്രീൻ. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ നമ്മൾ രാമായണത്തെ പറ്റി കേട്ട് ഇനി നമ്മൾ ചെറിയൊരു പാട്ട് പാടിയിട്ട് നമുക്ക് ബ്രീത്ത് കൗണ്ട് ചെയ്യാം. അനബിയുടെ തലയില ഇത് പൂ മാത്രമേ കാണാൻ പറ്റുന്നു. ഹരേ കൃഷ്ണ. ഇന്ന് ആരാ പാടുന്നെന്ന് പറഞ്ഞത്? ഇന്ന് ആദ്യയുടെ ചേച്ചി പാടും. പേര് മറന്നുപോയല്ലോ. ഹരേ കൃഷ്ണ. ശ്രുതി. ശ്രുതി. ഹരേ കൃഷ്ണ. ഞാനൊരു ഇങ്ങനെ അഷ്യം ചെയ്തങ്ങ് പറഞ്ഞതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ പാടിക്കോളൂ. ഹരേ കൃഷ്ണ. അനാമികയ്ക്ക് ഉറക്കം വരുന്നോ? ഇല്ല. ഓക്കെ, പാടിക്കോളൂ. ഹരേ കൃഷ്ണ. യെസ്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന നിൻ ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തുപോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തുപോകും. ഒരു പിലിങ്ങാളും കാണുന്നൊരവിടത്തെ, ഒരു പിലിങ്ങാളും കാണുന്നൊരവിടത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. അകതാരിലാത്തുവാൻ ഇത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാർത്തുവാൻ ഇത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം.
അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം, അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന നിൻ ഗാനാലാപം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദകിഷോർ ഹരേ കൃഷ്ണ. എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പം നെക്സ്റ്റ് വീക്ക് ആരെങ്കിലും എന്തെങ്കിലും സ്റ്റോറി, രാമായണം ബേസ് ചെയ്ത് എന്തെങ്കിലും സ്റ്റോറി എനിക്ക് മെസ്സേജ് ഇടണം നേരത്തെ, ഞാൻ ചെയ്യാമെന്നുള്ളത്. എന്നാലേ എനിക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ? എന്തോ ആരേതോ പറഞ്ഞല്ലോ സംസ്കൃത് ജോയിൻ ചെയ്തോ? വെരി ഗുഡ്. വെരി ഗുഡ്. അനാമിക എന്തോ പറഞ്ഞല്ലോ, എന്താണ്? പ്രഭു, എനിക്ക് രാമായണം ഒറ്റ ശ്ലോകം അറിയാം. ഏതാ? വീഡിയോയിൽ വരൂ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദഹനം പശ്ചാത് രാവണ കുംഭകർണമദനം ഏതത്തിതി രാമായണം. രാമായണം മൊത്തവും പറഞ്ഞില്ലേ? ഹരേ കൃഷ്ണ. രാമായണം ഫുള്ള് വായിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ രാമായണം ചെയ്യണ്ടല്ലോ, രാമായണം ഫുള്ള് വായിച്ചില്ലേ? ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ ശ്രുതി, ഹരേ കൃഷ്ണ. നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്നത് നമുക്ക് ബ്രീത്ത് കൗണ്ട് കഴിഞ്ഞിട്ട് പ്രസന്റേഷൻ. ഓക്കെ? ഹരേ കൃഷ്ണ. ഓക്കെ, എടുക്കാൻ പോവാണ് പുതിയത്. അതായത് നമ്മള് ഫുൾ ഇൻഹെയിൽ എടുത്ത് ശ്വാസം നേരെ മേലെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ ഹോൾഡ്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 താഴോട്ട് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ? 20 ടൈം. ഓക്കെ? എന്തോ? 55 നമുക്ക് നോക്കാം ഇന്ന്. ഓക്കെ ശരി. 1 2 3 രാശി റെഡിയാണ്. ഓക്കെ, 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഹോസ്പിറ്റാലിറ്റി അങ്ങനത്തെ ചില പ്രോജക്ട്സ് ഒക്കെ ഇപ്പൊ കാണാം. Projects of Sri Radhanath Swami. Radhanath Swami has served as a visionary, founder, and guide for several important projects. These projects bring the wisdom and compassion of the Bhakti Yoga tradition to millions around the world. Some of Swami's projects are Govardhan Eco Village. ഇവിടെ താഴത്തെ ഒരു ഫൗണ്ടൻ പോലെ ഒരു പിക്ചർ കാണുന്നില്ലേ? അത് ഈ ഗോവർദ്ധൻ ഇക്കോ വില്ലേജിനകത്തുള്ള ഒരു ചെറിയ ഭാഗത്തിന്റെ ഒരു പിക്ചറാണ്. പിന്നെ ലേഡി നോർത്ത് കോട്ട് ഓർഫനേജ്, ഭക്തി വേദാന്ത ഹോസ്പിറ്റലാണ് ഈ മേലിലത്തെ ഫോട്ടോ കാണാൻ പറ്റുന്നത്. ആൻഡ് അന്നാമൃത മിഡ് ഡേ മീൽസ്. ഇതിനെക്കാട്ടി ഇനിയും ഉണ്ട്, പക്ഷേ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ ഇപ്പോഴത്തേക്ക്. സ്വാമിജി ഒത്തിരി ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ ബുക്സ് റിട്ടൺ ബൈ രാധാനാഥ് സ്വാമി. രാധാനാഥ് സ്വാമി's books are very meaningful. ചിലതൊക്കെ ഈ ഭഗവത്ഗീത, റിയൽ ലൈഫ് എല്ലാത്തിനെയും
എല്ലാത്തിനെയും ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു ബുക്കൊക്കെ എഴുതാറില്ല. അങ്ങനത്തെ ചില ബുക്സ് ആണ് ഈ രണ്ടെണ്ണം. The journey home, the journey within. Within these extraordinary memoirs എന്ന് വെച്ചാൽ ഇങ്ങനത്തെ like some books or attachments which you can keep it as memories. So Swami weaves a colorful tapestry of adventure, mysticism and love. The journey home, ഈ ബുക്കില്ലേ The journey home, അത് ഞാൻ ഇപ്പൊ മെയിൽ എഴുതിയതിനെ കുറിച്ചാണ് പറയാം. Swamiji shares his intimate stories from his decades of experience as a guru of Bhakti Yoga. The journey within ഈ ഒത്തിരി സ്വാമിജി കടന്നു പോയ ഒത്തിരി എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഭക്തി യോഗനകത്തൊക്കെ അതിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ബുക്കിനകത്ത്. The journey within. Radhanath Swami has worked a lot for his disciples and for guiding people into spiritual path. Radhanath Swami ഒത്തിരി ഇവന്റ്സിനൊക്കെ പോയിട്ടുണ്ട്. ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർക്കൊക്കെ ഈ സ്പിരിച്വൽ പാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ ചില നമ്മുടെ സ്കൂളിലൊക്കെ ഈ വർക്ക്ഷോപ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ പോലെ രാധാനാഥ് സ്വാമി ഒത്തിരി ആൾക്കാർക്ക് ഈ സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ലൈക്ക് നമ്മൾ പഠിച്ചത് നമ്മൾ ഷെയർ ചെയ്യുക, അങ്ങനെയാണ് രാധാനാഥ് സ്വാമി ചെയ്യാൻ. അപ്പൊ ഒത്തിരി ഇവന്റ്സ് ഒക്കെ പോയിട്ടുണ്ട്. ലൈക്ക് സം ഇൻ ആപ്പിൾ, EY, ഫേസ്ബുക്ക്, അങ്ങനെ ഒത്തിരി ഓഫീസസിലും ഒത്തിരി ഇവന്റ്സിനൊക്കെ പോയിട്ടില്ല രാധാനാഥ് സ്വാമി അവർക്ക് വേണ്ടി സ്പിരിച്വൽ ഗൈഡൻസ്, ഭഗവത്ഗീത, രാധാനാഥ് സ്വാമിന്റെ എക്സ്പീരിയൻസ്, സ്പിരിച്വൽ പാത്തിൽ കൂടെ പോയ അതിന്റെ എക്സ്പീരിയൻസ് എല്ലാത്തിനെ കുറിച്ചും പ്രത്യേകിച്ച് ഇവന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ലിങ്കും ഉണ്ട് രാധാനാഥ് സ്വാമിന് ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിയാൽ അതിനകത്ത് ഒത്തിരി എണ്ണം കാണാൻ പറ്റും. He is the main inspiration behind ISKCON's free midday meals for 1.2 million school kids across India. ഞാൻ ഇപ്പൊ പറഞ്ഞായിരുന്നു അന്നാമൃത മിഡ് ഡേ മീൽസ്. അപ്പൊ ISKCON ഇത് തുടങ്ങിയതിന്റെ മെയിൻ ഇൻസ്പിറേഷൻ രാധാനാഥ് സ്വാമി. സോ ISKCOന്റെ ഈ ഫ്രീ മിഡ് ഡേ മീൽസ് ഒക്കെ ഒത്തിരി കോടികളായ കുട്ടികൾക്കൊക്കെ കൊടുക്കണുണ്ട് നാട്ടില്. കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട്. ഹരേ കൃഷ്ണ. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ ഇന്ത്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി ഗുഡ്. സമ്മറി ആയിട്ട് കുറച്ച് നല്ല പോയിന്റ്സ് പറഞ്ഞു, മനസ്സിലാക്കിയിട്ടാണ് ഇതൊന്ന് മനസ്സിലായി. നെക്സ്റ്റ് ആക്ച്വലി ഇത് ആദ്യം ഞാൻ അസൈൻ ചെയ്തത് നമ്മുടെ ആദ്യം നെക്സ്റ്റ് വീക്ക് പ്രസന്റേഷൻ രാമായണം. ഓക്കെ, ഇതുപോലെ ചെറുതായിട്ട് ചെറിയ സ്ലോട്ട് 1 to 3 minutes. ഓക്കെ, വെരി ഗുഡ്. ആദ്യ റെഡിയാണോ? കാണട്ടെ. വി ആർ വെരി ഇൻട്രസ്റ്റഡ്. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു അപർണേഷ്. വെരി ഗുഡ്, നല്ല പ്രസന്റേഷൻ. ഹരേ കൃഷ്ണ. അവ്യന് പാടാൻ അറിയാമോ? പ്രസന്റ് ചെയ്തോളൂ. യെസ്, കാണാമോ പ്രഭു? ഷെയറിംഗ് വിത്ത് യെസ് വെരി ഗുഡ്. ഓക്കെ, Radhanath Swami. Introduction. Radhanath Swami is an American Gaudiya Vaishnava guru, community builder, activist and author. He has been a Bhakti Yoga practitioner and a spiritual teacher for more than 40 years. He was born on December 7, 1950, age 70 years, Chicago, Illinois, United States. His initiation was Dikasa 1973 by Bhaktivedanta Swami, Sannyasa 1982 by Kirtananda Swami, sect Gaudian Vaishnavism, parents Jerry Slavin and Ideal Slavin.
Radhanath Swami. From a young American boy to one of India's largest spiritual leaders. Born into a working-class family in Chicago, Radhanath Swami became an active participant in the civil rights movement of the late 1960s and early 1970s. He soon discovered, however, that social transformation begins with personal change, and at the age of 19 he embarked on a remarkable quest for meaning in life. Arriving in India. This adventure detailed in his memoir, The Journey Home, Autobiography of an American Swami, Mandala Publishing 2010, took him hiking across Europe and the Middle East through Turkey, Iran, Afghanistan, Pakistan, and finally to India. There he lived as a wandering ascetic, first amongst the forest-dwelling Himalayan yogis, and later amongst a wide variety of gurus and spiritual practitioners throughout India and Nepal. Ultimately, he reached the inner sanctum of India's monastic devotional tradition in the holy town of Vrindavan, where he found the spiritual teacher and his path amongst Bhakti yogis. ഇത് പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെ വന്നെന്നുള്ളതാ. ജേർണി ഓഫ് ഹോം എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ഓട്ടോബയോഗ്രഫി ആണ്. അപ്പം അതിനകത്താണ് ഇത് മോസ്റ്റ്ലി പറയുന്നത്. ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ അങ്ങനെ ആ വഴി വന്ന് ഫൈനലി ഇന്ത്യയിൽ എത്തിയതാണ്. Vrindavan, in the holy town of Vrindavan, where he found the spiritual teacher, and Vrindavan vannana ettiyathu. Meeting his teacher. After encountering hundreds of spiritual and religious leaders, he found that his teacher he was looking for an A.C. Bhaktivedanta Swami Prabhupada. In choosing Bhaktivedanta Swami as his guru, Radhanath Swami felt compelled to shave his natural locks and re-enter Western society with a mission to share the sacred wisdom he had received. This return exemplifies the forms of devotional yoga, which is at the heart of Radhanath Swami's teachings, a spiritual practice expressed as tangible action meant to bring about personal fulfillment and benefit the world. Relation with ISKCON. In 1986, Radhanath Swami established the Radha Gopinath Temple in Bombay. In 1994, Radhanath Swami and the new Vrindavan community returned to ISKCON. In the same year, he became one of the leaders of ISKCON and began to serve as a member of the governing body commission and an initiating guru. ഇതൊരു കോട്ടാണ് രാധാനാഥ് സ്വാമിയുടെ. When we hear about the Lord, we should hear with a spirit to serve the Lord. When we chant His names, we should chant so He is pleased to hear us chanting. That is the beauty of life, the real art of living. Thank you. Thank you, thank you, thank you. Thank you. Okay, so this also wonderful presentation. So the same person, the different way of understanding. രണ്ടുപേരും നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്തത്. ഇൻ ബിറ്റ്വീൻ ദ യാത്ര, ഇതിനകത്ത് മറ്റിനകത്ത് അഡീഷൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ രാധാനാഥ സ്വാമിയുടെ യാത്രകൾ, ഏതെല്ലാം രാജ്യങ്ങളിലൂടെ വന്ന യാത്രകൾ, അത് വളരെ ഒരു വണ്ടർഫുൾ ആയിട്ട് അത് വായിച്ചു നോക്കണം. ഭയങ്കര രസമാണ്. ഇതെല്ലാം സ്ട്രഗിൾസ് ഇട്ട് എടുത്തിട്ടാണ് വന്നതെന്നുള്ളത്. സോ ദിസ് എ അഡ്വഞ്ചറസ് ട്രിപ്പ് ആൾസോ. ഗ്രേറ്റ് അഡ്വഞ്ചറസ് ട്രിപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റണം. ഗ്രേറ്റ് അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാനാഥ സ്വാമിയുടെ അഡ്വഞ്ചറസ് ട്രിപ്പ്. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവരും ഔട്ടായി, 10 മണിയായി. ഹരേ കൃഷ്ണ. നന്ദകിഷോറുണ്ട്. ഓക്കെ, നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം. അപ്പം കിസ് ഇന്ന് വേണോ? നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്ക് കിസ്, രാമായണം പ്രസന്റേഷൻ ഋഷികേശ് ആണ് പറഞ്ഞത്. രാമായണം പ്രസന്റേഷൻ ഋഷികേശ് ചെയ്യാന്ന് പറഞ്ഞു.
നന്ദകിഷോർ എന്താണ്, എന്തെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് വീക്ക് or അടുത്ത നെക്സ്റ്റ് വീക്ക് ആയിട്ട്, തേർഡ് വീക്ക്, നെക്സ്റ്റ് സെക്കൻഡ് വീക്ക് ആയിട്ട്. ഓക്കെ, ബി പ്രിപ്പയർ. ഓക്കെ, ബി പ്രിപ്പയർ. ഓക്കെ, അപ്പം അപ്പോൾ നമുക്ക് വാഞ്ച കൽപതരൂപ്യച്ച കൃപ രാശിയാണെങ്കിൽ രാഹിയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് വിശക്കുന്നു ഇല്ലേ, പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല രാശി. ഓക്കെ, ഹരേ കൃഷ്ണ, വളരെ സന്തോഷം. അവിയാൻ ഹരേ കൃഷ്ണ, രാശി ഹരേ കൃഷ്ണ, രാഹുൽ ഹരേ കൃഷ്ണ, ഋഷികേശ് അനബിയുടെ തലയിലെ പൂവിന് ഹരേ കൃഷ്ണ, അഭിനവ് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ശ്രുതി ഹരേ കൃഷ്ണ, നന്ദകിഷോർ, നവൽ കിഷോർ ഹരേ കൃഷ്ണ, അവർണേഷ് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ, ഏകം ശാസ്ത്രം ചൊല്ലു, ഏകം ശാസ്ത്രം. 10, 9, ഏകം ശാസ്ത്രം ചൊല്ലില്ല. ദേവോ ദേവകി പുത്ര ഏവ ഏകോ മംഗളസ്യ നാമാനി യാനി കർമ്മേയം ദശദേവസ്യ സേവ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാവരുടെയും കുടുംബത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഞങ്ങള് വലിയമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ആദ്യ ഹരേ കൃഷ്ണ. കഴിഞ്ഞ ആഴ്ച ആരായിരുന്നു മരിച്ചുപോയെന്ന് പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു സംഭവിച്ചത്? ഹരേ കൃഷ്ണ. എന്റെ അമ്മുമ്മ മറ്റി. അതെ, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് എല്ലാവരുടെയും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാം ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ. ഇവിടെ ഉള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.